രോഹിത് ശർമ്മയെ ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായക സ്ഥാനത്ത് മാറ്റിയതിനു പിന്നാലെ വീണ്ടും ചർച്ചയായി ധോണിയുടെ നായകത്വം. രോഹിത്തിനെയും കോഹ്ലിയെയും നായക സ്ഥാനത്ത് മാറ്റിയതും ധോണിയുടെ കാലത്തെ സംഭവങ്ങളുമാണ് ചർച്ചയാകുന്നത്. Obviously, at some stage, you've got to start looking at where the next World Cup is. It's also a format which is played the least now. So you don't get that many games to actually give the next guy, or if there is going to be another guy, that much time to prepare himself or plan. And we're 2 years away still. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് രോഹിതിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യം ഇന്ത്യൻ ടീമിന്റെ മുഖ്യ സെലക്ടർ അജിത് അഗാക്കർ അറിയിച്ചത്. ഇന്ത്യയെ 2 വട്ടം ഏഷ്യ കപ്പും ഒരിക്കൽ ചാമ്പ്യൻസ് ട്രോഫിയും ലോകകപ്പ് ഫൈനലിലും എത്തിച്ച നായകനെ ഇത്ര ലാഘവത്തോടെ മാറ്റാനാകുമോ എന്ന് ആരാധകർ പോലും അമ്പരന്നു. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത് പുതുമയുള്ളതായിരുന്നില്ല. മുൻപ് 2020 ടീമിന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറിയ കോഹ്ലിയെ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പരിമിത ഓവർ ക്രിക്കറ്റിൽ ഒരു നായകൻ എന്ന കാരണമായിരുന്നു പറഞ്ഞിരുന്നത്. നാളെ വരുന്നവർക്കും ഇതേ അനുഭവം തന്നെയായാലും അത്ഭുതമില്ല. എന്നാൽ നായകസ്ഥാനത്തിന് വെല്ലുവിളി ഏൽക്കാതെ ഇന്ത്യൻ ടീമിനെ വർഷങ്ങളോളം നയിച്ച ധോണിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. ധോണിയുടെ കാലത്ത് നായകസ്ഥാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നെങ്കിലും ഒരിക്കൽ പോലും ധോണിയെ പുറത്താക്കാൻ സെലക്ടർമാർക്ക് കഴിഞ്ഞില്ല. അത്രത്തോളം ഇന്ത്യൻ ടീമിൽ ശക്തനായിരുന്നു MS ധോണി. 2012 ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഉണ്ടായ ടെസ്റ്റ് പരമ്പര തോൽവികൾക്ക് പിന്നാലെ ധോണിയെ നായകസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ മൊഹീന്ദർ അമർനാഥിന്റെ നേതൃത്വത്തിൽ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചു. എന്നാൽ BCCI പ്രസിഡന്റ് N ശ്രീനിവാസൻ തീരുമാനം റദ്ദു ചെയ്തു. പിന്നീട് അമർനാഥിന് സെലക്ഷൻ കമ്മിറ്റി സ്ഥാനം തന്നെ നഷ്ടമായി. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറിയതും ധോണിയുടെ കൂടി തീരുമാനമായിരുന്നു. 2014 ഓസ്ട്രേലിയക്കെതിരായ ആദ്യ മത്സരത്തിൽ കോഹ്ലിയെ നായകനാകാൻ അവസരം നൽകിയ ശേഷം പരമ്പരക്കൊടുവിലാണ് ധോണി ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നതായി അറിയിച്ചത്. പരിമിത ഓവർ ക്രിക്കറ്റിന്റെ നായകത്വം കോഹ്ലിക്ക് കൈമാറി. അങ്ങനെ ഒരു കൈമാറ്റം പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചിട്ടില്ല. ടീം സെലക്ഷനിലും ധോണിയോളം സ്വാധീനം മറ്റൊരു ക്യാപ്റ്റനും ഉണ്ടാക്കാനായിട്ടില്ല. താൻ ആഗ്രഹിക്കുന്ന സംഘത്തെ കളിപ്പിക്കാൻ ആരുടെയും സമ്മതം ധോണിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പലപ്പോഴും സ്വജനപക്ഷപാതമെന്ന ആരോപണം ധോണിക്ക് മേലെ ഉയർന്നെങ്കിലും കിരീടങ്ങൾ കൊണ്ടാണ് ധോണി അതിന് മറുപടി പറഞ്ഞത്. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ വീരേന്ദർ സേവാഗ്, യുവരാജ് സിംഗ്, ഗൗതം ഗംഭീർ, ഇർഫാൻ പത്താൻ തുടങ്ങിയവർക്കൊന്നും വിരമിക്കൽ മത്സരം നൽകാത്തതിലും വിമർശനമുയർന്നു. ധോണിയും വിരമിക്കൽ മത്സരം കളിച്ചായിരുന്നില്ല പാടയിച്ചത്. ഓരോ ഫോർമാറ്റിൽ നിന്നും ധോണിക്ക് തോന്നിയപ്പോൾ ജേഴ്സി അഴിച്ചു. ടെസ്റ്റിൽ നിന്ന് വിരമിച്ചിട്ടും BCCIയുടെ വാർഷിക കരാറിൽ A+ കാറ്റഗറിയിൽ തുടർന്നതിനെതിരെ വിമർശനമുയർന്നെങ്കിലും വിരമിക്കുന്നതുവരെ മാറ്റമുണ്ടായില്ല. ധോണിയുടെ കാലത്ത് ഡ്രസ്സിംഗ് റൂം രഹസ്യങ്ങൾ പുറത്തുപോകാത്തതും രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ടീമിൽ ഇടം നൽകാത്തതും വീണ്ടും ചർച്ചയാകുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.